നമസ്തേ ഡോക്ടർ TPS. നമസ്തേ. ഞാനിവിടെ തുടക്കം തൊട്ടുണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഓ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ എന്റെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ആളാണ് സുബോധ്. ഓ, അതായത് ഇപ്പം വളരെ വ്യത്യസ്തമായ ഡിസ്കഷൻസ് ആണ് ഇതിനകത്ത് വന്നത്. അതെ അതെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഉള്ള ഒരു ആനുകാലികമായിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഒത്തിരി പേര് പാരന്റ്സ് ആണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഒരു സെക്കൻഡറി സ്കൂളിംഗ് തൊട്ട് അങ്ങോട്ട്, സെക്കൻഡറി സ്കൂൾ എന്ന് പറയാൻ പറ്റില്ല, അതിലും താഴെ തൊട്ട് സ്കൂളിലും അതുപോലെ നമ്മളിപ്പം കോളേജുകളിലും ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ കോളേജുകളും സ്കൂളുകളും അവരുടെ ഒരു പ്രധാനമായ അട്രാക്ഷൻ പവേർഡ് ബൈ ഓരോ ബ്രാൻഡ് നെയിം ഉണ്ടാവും. ഇവരൊക്കെ സിവിൽ സർവീസിലേക്ക് ലീഡ് ചെയ്യുന്നവരാണ്. നോക്കണം, അത് കിൻഡർ ഗാർഡന്റെ ബോർഡിലും കാണാം, സീനിയർ സെക്കൻഡറി വരെയുള്ള ബോർഡിലും കാണാം, ഇപ്പൊ കോളേജുകളിലും കാണാം. അപ്പൊ അത് TPS സഭയിൽ പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കും. ഇല്ല, ഞാൻ കേരളത്തിൽ ഇപ്പൊ അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മള് തുടങ്ങിയ ഒരു പരിപാടി മലയാളം ടി വി ചാനൽ കണ്ടാലും മതി. അതെ, അതുണ്ട്, അത് കാണാം. അതെ അതെ. ഇതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായം പറയുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, നമ്മള് ഡെസ്റ്റിനേഷൻ IAS എന്ന് പറഞ്ഞ് തുടങ്ങുന്ന കാലത്തൊക്കെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ആ സമയത്ത് ഞാൻ പറയാറുണ്ട് അപ്പോഴും, IAS എന്ന് പറയുന്നത് സിവിൽ സർവീസ് അല്ല, ഇൻസ്പയർ ആസ്പയർ സക്സസ് എന്ന് പറയാറില്ലേ. തീർച്ചയായും വ്യത്യസ്തമായ മേഖലകളിലേക്ക് നിങ്ങളെ പോവാൻ വേണ്ടി എങ്ങനെ പ്രാപ്തരാക്കാം എന്നുള്ള ഒരു ശ്രദ്ധയിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യാറുള്ളത്. പക്ഷെ ആ തോതിലല്ല ഇപ്പൊ ചെയ്യുന്നതെന്നാണ് അബദ്ധം. കാരണം ഇപ്പൊ ഒരു പ്രധാനമായിട്ടുള്ള കാര്യം എന്തായിരിക്കും എന്ന് വിചാരിച്ചാൽ, ഇപ്പം ബാക്കിയുള്ള ജോലികളൊക്കെ നഷ്ടപ്പെടുന്നു എന്നൊരു തോന്നൽ പലർക്കും ഉണ്ടായിട്ടുണ്ട്. IT മേഖലകളിൽ ജോലിയില്ല, ഡോക്ടർമാരുടെ ജോലികളൊക്കെ വളരെ പ്രഗത്ഭന്മാരായാലേ പറ്റുള്ളൂ. പിന്നെ ഒരു ലാർജ് പോപ്പുലേഷൻ മുന്നോട്ട് പോകുന്ന ഒരു കാലാണ് ഇപ്പൊ, യൂത്ത് വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റിയ പരിപാടിയാണ് ഇത്തരം പ്രോഗ്രാമുകൾ എന്നുള്ളതുകൊണ്ടാണ്. അതിന് എനിക്കറിയില്ല ഇത്രയൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന ടീച്ചർമാർ എവിടെയൊക്കെ ഉണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട് കുറെ പേര് ഇത്തരം പ്രോഗ്രാമുകൾ ഓൺലൈൻ ചെയ്യുന്നുണ്ട്. 6ാം ക്ലാസ് മുതൽ തുടങ്ങുന്നുണ്ട്, ചെറിയ ക്ലാസ് മുതലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ പരിപാടികൾ. അതൊക്കെ താഴ്ന്നു. ഇപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് LKG തൊട്ടുള്ള സ്കൂളുകൾ എല്ലാം പവേർഡ് ബൈ ബോർഡുകൾ കാണുന്നുണ്ടാവും ഓരോരുത്തരും. സ്കൂളിന്റെ തന്നെ ബോർഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ മിക്കവാറും എല്ലാ CBSE സ്കൂളോ അല്ല മറ്റു സ്കൂൾസ് ഒക്കെ നോക്കി കാണാം. പിന്നെ ചില റിട്ടയർഡ് IAS ഓഫീസർമാരും ഇതിന്റെ പിന്നിലുണ്ടാവുമല്ലോ അല്ലെ. അതാണ് എന്റെ അട്രാക്ഷൻ. ഒക്കെ കാശ് കിട്ടുമ്പോ പിന്നെ അവര് കളയണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും. ഞാനല്ലെങ്കിൽ വേറൊരാൾ എന്തായാലും പോകും, അപ്പൊ പിന്നെ ഞാൻ പോവാണല്ലോ നല്ലത് എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് ഉണ്ടാക്കുന്ന ഡാമേജ് എന്ന് പറയുന്നത് കുട്ടികളുടെ എല്ലാ ഒരു സ്കിൽ ഡെവലപ്മെന്റും അവിടെ നടക്കുന്നില്ല. ഇല്ല, ഞാനതാ പറഞ്ഞത്, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ പോലും നടക്കില്ല. ഈ NEP-യുള്ള ഇൻഫോർമൽ എഡ്യൂക്കേഷൻ നിർബന്ധമായിട്ടും നടത്തണമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചാലും ലോക്കൽ ബോഡീസോ അല്ലെങ്കിൽ സ്കൂളുകളോ അതിന് തയ്യാറല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അതെ. അല്ല, ഇപ്പം ഈ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് തുടങ്ങിയതുകൊണ്ട് ഇപ്പം നഴ്സറിയും കൂടി സ്കൂളിന്റെ ഭാഗമാക്കി മാറ്റി. അതാ ഉണ്ടായത്. പണ്ട് 1ാം ക്ലാസ് മുതൽ തുടങ്ങുന്നതിന് ഇപ്പൊ നഴ്സറിയും LKG UKG കൂടി 3 ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കാൻ പറ്റിയ പരിപാടിയായിട്ട് അവർക്ക് തോന്നി. അതാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇൻഫോർമൽ ആവൂല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം, അതാവട്ടെ ലക്ഷ്യം. അപ്പോ സന്തോഷം. സന്തോഷം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.